സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. സുനിഷ അയ്യല്ലൂരിന്റെ വിവരങ്ങളുമായി. സുനിഷ, കാലവർഷം സജീവമാകുന്ന കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും പലയിടത്തും ഒറ്റപ്പെട്ട രീതിയിലുള്ള മഴ മാത്രമാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ലഭിക്കുന്നുള്ളൂ. ചിലയിടങ്ങളിൽ മാത്രമാണ് കാലവർഷത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള നിരന്തരമായ മഴ ലഭിക്കുന്നത്. ഇപ്പോൾ ഉള്ള മുന്നറിയിപ്പിൽ എന്തൊക്കെയാണ് പറയുന്നത്? ബിനിൽ പറഞ്ഞതുപോലെ കാലവർഷം എത്തിയെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള മഴ സംസ്ഥാനത്തെ ഒരു ഭാഗത്തും ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഴ ഇല്ലായിരുന്നു, മഴ വളരെ കുറവായിരുന്നു എന്ന് തന്നെ പറയാം. ഏതായാലും ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. നേരത്തെ 7 ജില്ലകളിലായിരുന്നു യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നത്. നിലവിൽ തിരുവനന്തപുരം ജില്ല കൂടി ചേർത്ത് 8 ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. പ്രധാനമായും തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. പറഞ്ഞതുപോലെ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. നിലവിലൊരു ചക്രവാത ചുഴി രൂപപ്പെട്ടതാണ് നിലവിലെ മഴയ്ക്ക് കാരണമെന്നതാണ്. നാളെ ഒന്നും തന്നെ അലേർട്ട് ഇല്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി 16-ാം തീയതിയാണ് വടക്കൻ ജില്ലകൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. ഈ പറഞ്ഞ ഇന്ന് 40 കിലോമീറ്ററിലധികം വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരദേശവാസികളും ഒപ്പം തന്നെ മലയോര മേഖലയിലുള്ളവരും അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. മറ്റൊരു കാര്യം, തീരദേശത്താണ് ഇപ്പോൾ ട്രോളിംഗ് നിരോധനം നടക്കുകയാണ്. ഒപ്പം തന്നെ ഈ കേരള തീരത്തടക്കം ഈ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത്, ഒപ്പം തന്നെ ബീച്ചിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരം അടക്കമുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വിലക്ക് തുടരുമെന്നതുകൂടി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നാളെ ഒന്നും തന്നെ മഴയില്ലെങ്കിൽ പോലും ഇന്ന് ശക്തമായ മഴ 8 ജില്ലകളിൽ മഴ തുടരുമെന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. ബിനിൽ, ഓക്കെ, വ്യക്തമാണ്. 8 ജില്ലകളിൽ മഴ തുടരും എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. മഴ സജീവമാകാൻ, കാലവർഷം സജീവമാകാനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു.